ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങളിപ്പോ ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് നേരെ ഞങ്ങൾ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. എങ്ങോട്ടാ? ഗോവ. ഞങ്ങളപ്പോ ഗോവയിലേക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ രസകരമായിട്ടുള്ള കിടിലൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ എന്നാ ശരി. അപ്പൊ ഞങ്ങളിപ്പോ ഒരു ഹോട്ടലിൽ വന്നിരിക്കണ, ഒരു ദാബയില് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ താജ് ഫാമിലി ദാബ. ഇത് എന്തൊക്കെയാണ്? ഇഡ്ഡലി, ചട്നി, പിന്നെ ഇത് എന്ത് കറിയാണ്? ഇത് സാമ്പാറല്ലേ? സാമ്പാറായിട്ട് കൂട്ടാം. പിന്നെ അപ്പൊ തന്തൂർ റൊട്ടി വന്നിട്ടുണ്ട്, പനീർ ബട്ടർ മസാലയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ദാബയുടെ സെറ്റപ്പ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഗോവയിലേക്ക് യാത്ര ആവുകയാണ്. അവനെ ഡ്രൈവർ മാറിയോ? ഡ്രൈവർ മാറി. പോവാം നമുക്ക്. അപ്പൊ ഞങ്ങള് പോവുകയാണ് നേരെ ഗോവയിലോട്ട്. ഓക്കെ. മുളകിന്റെ കൃഷിയാണ് കേട്ടോ. നോക്കിയാ മുളക് പഴുത്ത് നിൽക്കണത് ഇതൊക്കെ മുളക് കൃഷിയാണ്. അത് നോക്കി, അങ്ങ് അറ്റം വരെ മുളക് കൃഷികളാണ് കംപ്ലീറ്റ്. ഈ ഒരു ഏരിയ മുളക് കൃഷി, അതിൻ്റെ അപ്പുറത്ത് കോട്ടനാണ്. ഈ കോട്ടൻ്റെ കായാണ് ഇത്. കോട്ടൻ്റെ ഇങ്ങനെ കായ് ഇത് പറിച്ചതിന് പണി കിട്ടും. ഇതാണ് കോട്ടൺ, അതിൻ്റെ കൃഷികളാണിത്. ഇതതിൻ്റെ കാ. ആ ഏരിയ കംപ്ലീറ്റ് കോട്ടൻ്റെ ഇതും. ഇതൊക്കെ മുളക് കൃഷിയാണ് കംപ്ലീറ്റ്, മുളക് മാത്രം. നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ വരമ്പ് പോലെ വെട്ടി മുളക് നട്ടു പിടിപ്പിച്ചേക്കണത്. ഇത് കംപ്ലീറ്റ് ഇത് കൃഷി ചെയ്താണ്. അങ്ങോട്ടൊക്കെ ആ സൈഡൊക്കെ കോട്ടൻ്റെ കൃഷികൾ മാത്രമാണ്. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് കൃഷിയും ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കംപ്ലീറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി വന്നത്. അടിപൊളി. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്ക്. എത്രയാണ്? 10 രൂപ. കരിമ്പ് ജ്യൂസിന് 10 രൂപ. വാടാ, ഈ ഗ്ലാസ് അവിടെ എടുക്കണോ? അപ്പം എൻ്റെ ബാഗി ലാസ്റ്റ് കിട്ടി. അല്ലേ, കരിമ്പ് ജ്യൂസ് അടിപൊളി, നല്ല ടേസ്റ്റ്. വിലയും കുറവാണ്. വില തുച്ഛം, ഗുണം മെച്ചം.
അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് റോഡൊക്കെ. എന്തായാലും ഇവിടുത്തെ റോഡൊന്നും എന്താ പറയാ, നല്ല ക്ലിയർ ആയിട്ടുള്ള റോഡാണ്. കുണ്ടും കുഴിയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് ഓടിക്കാം. അതേപോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. ട്രാക്ടറും ലോറിയും ഇതല്ലാണ്ട് ഇവിടെ കംപ്ലീറ്റ് കൃഷികൾ. ഇവിടെ കൂടുതലും കരിമ്പ് കൃഷിയാണ് ഇവിടെ കൂടുതലും എല്ലാവരും ചെയ്യണത്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ ശർക്കര ആയാലും പഞ്ചസാര ആയാലും എല്ലാം ഈ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. കാരണം അതിന് മാത്രം കരിമ്പും തോട്ടമാണ് ഇവിടെ ഉള്ളത്. റോഡിന്റെ രണ്ട് സൈഡ് നോക്കിയാലും ഫുൾ കരിമ്പാണ്. കാണുന്ന ട്രെയിനിന്റെ ഗുഡ്സ് പോലത്തെ ഇതില്ല, ട്രാക്ടർ, ഇതിലാണ് ഇവര് കരിമ്പൊക്കെ വെട്ടി കൊണ്ടുപോകാൻ ഉപയോഗിക്കണ വണ്ടി. ഇവിടെ മൊത്തം ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. റോട്ടിൽ നിന്ന് റോങ്ങൊക്കെ വണ്ടി വന്ന് മൊത്തത്തിൽ ഇവിടെ ബ്ലോക്കായി കിടക്കുക. അളിയാ വാ 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 വാ. ഇവിടെ കിടന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഇവിടെ ഇവിടെ ഇവിടെ. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ബ്ലോക്ക് അയക്കാണ് ഇവിടെ, മൊത്തത്തിൽ ബ്ലോക്ക് അയക്കാണ്. I-20കാരൻ വട്ടം വെച്ചേക്കാണ്. അവൻ മാറ്റി കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ നിന്നുള്ള വണ്ടിക്കൊക്കെ വരാൻ പറ്റുള്ളൂ. നോക്കി അങ്ങ് അറ്റം വരെയും ബ്ലോക്ക് അയക്കാണ്. വെറുതെ ഇവിടെ ബ്ലോക്ക്. ഇവിടെ ട്രാക്ടർ ഇത് മറിഞ്ഞ് ലോഡൊക്കെ ഇവിടെ മറിഞ്ഞടക്കാണ്. കരിമ്പ് ലോഡാണ്. ആ കരിമ്പ് ലോഡ് മറിഞ്ഞ് അതാണ് ഇത്രയും ബ്ലോക്ക് ആയത് ഇവിടെ. ബ്ലോക്ക് നോക്കിയേ, നല്ല ബ്ലോക്കാണ് കേട്ടോ. റൈറ്റ് കയറ്റണ്ട കേട്ടോ, ലെഫ്റ്റ് ചേർത്ത്. ഈ ലോറി കൊണ്ടുവന്നതിനേക്കാളും നല്ല ആ ട്രാക്ടർ വലിച്ചോണ്ട് പോകുന്നത്. ഇത് കംപ്ലീറ്റ് കരിമ്പ് ലോഡാണ് കേട്ടോ. കരിമ്പാണ് ഇതെല്ലാം ഈ കാണുന്നത്. എത്ര വണ്ടികളാന്ന് നോക്കിയേ, കംപ്ലീറ്റ് കരിമ്പ്. ഞങ്ങളങ്ങനെ ബെൽഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 9 മണിയായി. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് KFCയിലേക്ക് പോവുകയാണ്. നമുക്കിത് ഇവിടെ കാറ് ഒതുക്കിയിട്ടാം, എന്നിട്ട് അങ്ങോട്ടേക്ക് കയറാം. അപ്പോൾ ഞങ്ങളിവിടെ KFCയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ഇവിടെ ഇടുകയാണ്. അളിയൊന്ന് പൊട്ടിച്ചു തരും എനിക്ക്. അളിയൻ എനിക്ക് ഹെൽപ്പ് ചെയ്യായിട്ട്. ഇതെന്താണ് ഇത്? ഇതാണ് മയോനീസ് പോലത്തെ ഒരു വേറൊരു ഇത്. അപ്പോൾ ചിക്കൻ എന്തായാലും നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടോടൊക്കെ മുക്കി കഴിക്കും. ഇവിടുത്തെ കെച്ചപ്പ് കൂട്ടിക്കാൻ എന്തുകൊണ്ടും പറ്റും. ഞങ്ങൾ KFCയിൽ നിന്ന് ചിക്കനൊക്കെ കഴിച്ച് ഇവിടുന്ന് പോവുകയാണ്. ഇനി നേരെ ഗോവയിലേക്ക് പോകണം. ഏകദേശം ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ ഏകദേശം ഒരു 120 കിലോമീറ്റർ. 120 കിലോമീറ്റർ അല്ലേ? ഞങ്ങളങ്ങനെ ഗോവയിൽ എത്തിച്ചേർന്നേക്കാണ്.
ഇപ്പൊ രാത്രി 1 മണി ആവണ്. ഞങ്ങളങ്ങനെ ഗോവയില് എത്തി. അപ്പൊ ഞങ്ങളിവിടെ ഗോവയില് റൂം എടുത്തേക്കാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ചെറിയ റൂം വിത്ത് AC ഉണ്ട്. ചെറിയ റൂമാണ്. 1 ഡേ 1200 ആണ് റേറ്റ്. അപ്പൊ ഞങ്ങള് ലഗേജും കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പൊ തൽക്കാലം വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോ ജസ്റ്റ് ഒന്ന് ബീച്ചിലും ഒന്ന് നടക്കാന്ന് വിചാരിച്ചാൽ ഇപ്പൊ സമയം ഏകദേശം 2 മണി ആവാറായി. 1:45 കഴിഞ്ഞ്. അപ്പൊ ജസ്റ്റ് ഞങ്ങളൊന്ന് ബീച്ച് സൈഡൊക്കെ ഒന്ന് നടന്നു വന്ന് കിടന്നു ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ച. പിന്നെ കാഴ്ചകളൊക്കെ നാളെ കാലത്ത് കാണാം. അളിയൻ ചില്ലിലാണ് അപ്പൊ ഞങ്ങള് ബീച്ചിലേക്ക് പോവുകയാണ്. അതേങ്ങോട്ട് പോയ ഇത് ബീച്ചിലേക്കുള്ള വഴിയാ. ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണിത്. ഇപ്പൊ സമയം ഏകദേശം 2 മണിയായി. ഇതൊക്കെ ബീച്ച് സൈഡിൽ തന്നെ ഫുഡ് കഴിക്കാനുള്ള ചെയറെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഈ കാണുന്നതൊക്കെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ബീച്ചിൻ്റെ മൊത്തത്തിലുള്ളൊരു നൈറ്റ് വ്യൂ ആണിത്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഗോവയിലാണ്. ഇപ്പോൾ നേരം വെളുത്തേക്കാണ്. അപ്പം ഞങ്ങളിത് ഈ കണ്ട ഇതെന്ന് പറഞ്ഞത് ബാഗ ബീച്ചാണ്. ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ദൂരമുള്ളൂ ഈ ബീച്ചിലേക്ക്. ഇതാണ് കാലത്തെ വ്യൂ. ഗോവയിൽ ഇപ്പൊ ടൂറിസ്റ്റുകളുടെ സീസൺ, കൊറോണ ആയിട്ട് ഇപ്പം കാര്യമില്ല. ഇതിപ്പോൾ സീസൺ ആയി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഫോറിനേഴ്സൊന്നും വന്നില്ല ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട്. അതുകൊണ്ട് തിരക്കും കുറവാണ്. ഇപ്പോൾ ബീച്ചൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണിത്, ബാഗ ബീച്ച് എന്ന് പറഞ്ഞത്. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. അവിടെ കണ്ടാണ് ബാഗ ബീച്ചിന്റെ അടിപൊളിയാണ് ഇവിടെ. പക്ഷെ ഇപ്പം നല്ല വെയിലാണ് ഈ സമയത്ത്. ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും ഇവിടെ കംപ്ലീറ്റ്. ചെറുതായിട്ട് ലോക്കൽസ് ഒക്കെ വന്നു. അത് ഇവിടുത്തെ ലോക്കൽസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റേ കൊറോണ ആയതുകൊണ്ട് പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. അതേപോലെ ഇപ്പോൾ റൂം റെൻ്റൊക്കെ ആണെങ്കിലും വളരെ ചീപ്പായിട്ട് ഇപ്പോൾ കിട്ടും. ഇതൊക്കെ റൂംസാണ് കേട്ടോ. ഈ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്നതൊക്കെ റൂംസാണ്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റൂംസാണ് ഇത് കംപ്ലീറ്റ്. ഗുൽബർഗിലൊക്കെ എന്ത് തണുപ്പായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥയൊക്കെ ഭയങ്കര ചേഞ്ചായി. ഇത് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കേട്ടോ. ഇവിടെ ടാറ്റു അടിക്കാനുള്ള ഇതുണ്ട്. അതേപോലെ ഡ്രസ്സുകൾ, എല്ലാ ടൈപ്പ് ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ഡിസൈനൊക്കെ ഉള്ള ഡ്രസ്സുകളെല്ലാം ഇവിടെ ഉണ്ട്. അല്ലെ ഫസ്റ്റത്തെ ഡിസൈനൊക്കെ ഒന്ന് കാണിച്ചു ചോദിച്ചാ. അല്ലെ അതെ ഇവിടെ ഉണ്ട് കേട്ടോ സാധനം.
ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എഗ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾക്കുള്ള മാഗി ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള എഗ് മാഗി ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. സംഭവം കുഴപ്പമില്ല കേട്ടോ, കഴിക്കാം. ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടോടെ കഴിക്കാം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഡ്രസ്സുകളാണ് കേട്ടോ. കംപ്ലീറ്റ് ലേഡീസ് ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ. ക്യാപ്പുകൾ എല്ലാം ഉണ്ട്. ഇവിടെ കുറേ കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് അഞ്ജുന ബീച്ചിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ പൊതുവെ കുറവാണ് ഈ ഭാഗത്തൊക്കെ. കൊറോണയൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ തീരെ കുറവാണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റാണ്. ഈ കാണുന്നതൊക്കെ പുറ്റുകളാണ് കേട്ടോ. ഇതെല്ലാം പുറ്റുകളാണ്. ഇവിടെ ഉറച്ച് നിൽക്കുകയാണ്. പുറ്റാണ് ഇതെല്ലാം. ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാം പുറ്റുകളാണ് ആ കാണുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. പുറ്റിൻ്റെ മേളിൽ കൂടി ചവിട്ടി പോവുകയാണ്. ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റ് പുറ്റുകളാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. ചെറിയ ചെറിയ ശംഖുകളും എല്ലാം ഉണ്ട് ഇവിടെ. ഉള്ളിൽ നല്ല എന്താ പറയുക, ഉരുണ്ട വെള്ളാരം കല്ലുകൾ, നല്ല ഉരുളൻ കല്ലുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാം. ഞാനിപ്പോൾ കടലിൻ്റെ ആ സൈഡിലുള്ള പുറ്റുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. കടല് അവിടെ വരെ ഉണ്ട് ബീച്ചിൻ്റെ. ഇത് ഇങ്ങോട്ടേക്ക് കയറി കംപ്ലീറ്റ് ഒരു ഏരിയ കംപ്ലീറ്റ് പുറ്റുകളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്.
ഞാനിപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് പുറ്റുകൾ. അങ്ങനെ ഞാൻ നേരത്തെ അവിടെ നിന്നത് ഇപ്പം നടന്ന് ഇവിടെ വലിയ പുറ്റുള്ള ഭാഗത്തേക്ക് വന്ന്. ഇവിടെയൊക്കെ കുഴികൾ പോലെ ഉണ്ട്. കാല് ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല വേദന ഇരിക്കും. സൂക്ഷിച്ച് ഇതിൽ കൂടിയൊക്കെ നടക്കണം. അതേപോലെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഏരിയയൊക്കെ. അത്യാവശ്യം തെന്നൽ ഇതുണ്ട്. വഴുത് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ. ചേട്ടനെ ഇവിടെ നിന്ന് മീൻ പിടിക്കുക. അപ്പോൾ സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് കാണാം. ഇതാ അതൊക്കെ ഒരു മലയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണിത്. ഇത് കംപ്ലീറ്റ് പുറ്റുകളാണ് കേട്ടോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. ഇവിടെയൊക്കെ സ്ലിപ്പ് ചാൻസ് ഉണ്ട്. കാലൊക്കെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ കാല് മിക്കവാറും ഒടിയാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇതൊക്കെ. അവർ പിടിച്ചൊരു മീനിൻ്റെ ഇവിടെ ഈ വലയിലാക്കിയൊക്കെയാണ്. ഇതാണ് മീൻ.